ഓ ചേച്ചി ഓ ഞാൻ പറയാം. ഇല്ല ചേച്ചി ഞാൻ ചോദിക്കാം ചേച്ചി. ഓ ചോദിക്കാം. ഇല്ല ഇനി ആവർത്തിക്കൂലെന്ന്. ഇല്ല. ഓ ശരി. അണ്ണാ എന്തര് ഞാൻ ഇസാഫിന് അടയ്ക്കാൻ വെച്ചിരുന്ന 2000 രൂപ നിങ്ങൾ എടുത്തോണ്ട് പോയ്യാ? അപ്പൊ ഞാനൊന്നും എടുത്തില്ല. നിങ്ങൾ എടുത്തില്ലേ? നിങ്ങൾ തന്നെ അത് എടുക്കുള്ളൂ. അണ്ണാ നിങ്ങൾ കേക്കണം, ഒരിടത്തും പൈസ വെക്കാൻ പറ്റൂലണ്ണ. അടുക്കളക്കകത്ത് തേയിലപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. പഞ്ചസാര പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. മഞ്ഞപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. എന്തരേ നീ മുളകൊടി പാത്രത്തിൽ പൈസ വെച്ചിരുന്ന് നീ വരുമെന്നും പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് ഇവിടെ തിരികെ കിട്ടി. നല്ല നീറ്റലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ. ഈ പെണ്ണുങ്ങൾ അരത്തിപ്പൊറിച്ച് ഇത്തിരി പൈസ എവിടെ നിങ്ങൾ കൊണ്ടുവയ്ക്കും, ഈ ആണുങ്ങൾ മണപ്പിച്ചത് കണ്ടുപിടിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി രമണി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് വാതിൽ തട്ടിയത്? അത് വേറൊന്നുമല്ല, ഞാൻ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ വീട് മറന്നു പോയി, അങ്ങനെ മറന്നു പോയി ചെന്നതാണ്. ഓ നിങ്ങൾക്ക് അപ്പൊ വീട് മറന്നുപോയി അല്ലേ? നാളെ അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ എനിക്ക് പകരം ഇവിടെ വേറെ പെണ്ണ് കിടന്നെന്ന് വെച്ചോ, നിങ്ങളപ്പൊ എന്നെ മറന്നിട്ട് അവളെ കൂടെ കയറി കിടക്കുമല്ലോ നിങ്ങള്. ചിലപ്പം കിടന്നിരിക്കും. എന്നാ നിങ്ങളെ കുറ്റി അടിച്ച് ഞാൻ തെറ്റിക്കും. അണ്ണ നിങ്ങൾ കേൾക്കണം, ഇങ്ങനെക്ക് വരെ ഭയങ്കര മറവി അണ്ണ. വീട്ടിനകത്തുനിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തോണ്ട് പോകും കേട്ടാ. എന്നാ തിരിച്ചു വരുമ്പോ ഈ സാധനങ്ങളൊന്നും കാണൂല, എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരും. ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ണ. ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ എന്തരെയും. ഒരിക്കലുണ്ടല്ല എന്റെ കല്ലൂട്ടാൻകുഴിയിലുള്ള രത്നാപ്പൂപ്പനെ ഇങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞണ്ണ. നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞത്. രത്നാപ്പൂപ്പന്റെ ഭാര്യയുണ്ട് ഭാർഗവി അമ്മുമ്മ മരിച്ചപ്പോ അമ്മുമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചിതാഭസ്മ അങ്ങ് രാമേശ്വരത്ത് കൊണ്ടൊന്ന് ഒഴുക്കണമെന്ന്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ പോണു മക്കളെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് പ്രായമായവരല്ലേ അണ്ണ, അപ്പൊ ഒറ്റയ്ക്കൊന്നും വിടണ്ടെന്ന് പറഞ്ഞ് ഈ പടയെ ഞാൻ കൂടെ വിട്ടെണ്ണ. നോക്കുമ്പോ 3-ന്റെ അന്ന് ഇങ്ങനെ അപ്പൂപ്പനെ കൊണ്ട് അവിടെ കളഞ്ഞിട്ട് ആ ചിതാഭസ്മവും കൊണ്ടൊന്ന് ഇവിടെ വന്ന് നിൽക്കണം. എന്തിനു പറ്റാൻ? വഴി തെറ്റി ഭയങ്കര വിഷമായിരുന്നേ. അവസാനം വിഷമം തീർക്കാൻ വേണ്ടി എന്താണെന്ന് അറിയാം, അവിടെ കണ്ട ഒരു ആന്ധ്രാക്കാരിയെ കല്യാണം കഴിച്ച് ഇപ്പൊ തമിഴ്നാട്ടിൽ സുഖമായിട്ട് ജീവിക്കണം. അപ്പൂപ്പന്റെ അസുഖത്തിന് എന്റെ മറവിയെ കൂട്ടുപിടിക്കണ്ട. നിങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര മറവി തന്നെയാണ്. ആ മറവി മാറാനല്ലേ ഞാൻ നിങ്ങൾക്ക് ചവനപ്രാവശ്യം വാങ്ങിച്ചു തന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ഞാൻ തിന്നൂലെന്ന്. അത് തിന്നാ നിങ്ങൾക്ക് എന്തൊരു കുഴപ്പം തരും? അതിന് ഭയങ്കര കസർപ്പൊന്നുമില്ല, അതിന് നല്ല പഞ്ചസാര പോലുള്ള ഇനിപ്പ് തന്നെ. ഇനിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തിന്നുമ്പോ വായിക്കറി ഒട്ടണ്. വായിക്കറി ഒട്ടണമെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം അടിച്ചോണ്ട് വീട്ടിൽ വന്നാൽ നീ വീട്ടിൽ കയറ്റൂല. വെള്ളം അടിക്കാൻ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇന്ന് മുതല് നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്ന മേലിൽ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല. തന്നെ സമ്മതിച്ച വാശി തന്നെ. അങ്ങനെയാണെങ്കിലേ വീടുൾപ്പെടെ നിന്നെ ഞാനങ്ങ് മറക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പോ അതാണ്. ഞാൻ പറയും, ഇനി നിങ്ങൾ ഈ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ചന്ദ്രി പെണ്ണല്ല, നോക്കിക്കോ. അല്ലെങ്കിൽ നാട്ടുകാര് പറയാണ് നീ ആണാണെന്നും ഞാൻ പെണ്ണാണെന്നും. ഇനി നീയും കൂടി പറയാനേ ഉള്ളൂ. അല്ല പറഞ്ഞേ ഉള്ളു. ആണോ നിങ്ങൾ ഇങ്ങോട്ട് വരി. എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു തുണ്ട് പേപ്പർ എടുക്കണം. ആ പേപ്പറിനകത്ത് ഇവിടെ നിന്ന് എടുത്ത സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് അത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ തുണ്ടെടുത്ത് നോക്കി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അതും കൊണ്ടിങ്ങി വരണം. അപ്പൊ പ്രശ്നം തീർന്നല്ല. സംഭവമൊക്കെ കൊള്ളാം. രാവിലെ ഇറങ്ങി പോണ വീട് മറന്നു പോണ ഞാനാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഓർത്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ദൈവമേ, ഇനി ഞാൻ ഇങ്ങനെയും വെച്ച് എന്തെയ്യോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അവിടെ കുണുകുണാ പറഞ്ഞോണ്ടെന്ന് എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോണ ചാച്ചാ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സാധനങ്ങൾ കൊണ്ടുവന്നേ ഞാൻ വീട്ടിൽ കയറ്റൂല. വാടി അവിടെ ചേച്ചി. ആ മക്കളെ മനുവാ ഇത് പിടിച്ചോ. റേഷൻ കാർഡ്, ഇത് കന്നാസ്. ഇത് രണ്ടും നമ്മുടെ സുനി അണ്ണൻ റേഷൻ കടയിൽ വെച്ച് മറന്നിട്ട് പോയ സാധനം. ഇത് പുസ്തകമാണെന്ന് തോന്നുന്നു. ഇത് മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കിടന്നത്. ഒന്നുകൂടെ ഉണ്ട്. ഇതാ ബസ് സ്റ്റോപ്പിൽ കിടന്നത്. എന്റെ പോലെ ദൈവമേ, ഇതേപോലൊരു മറവി ഈ സുനിയാണ്ണന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു ചേച്ചി? ഇത് ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങേക്ക് ഇപ്പൊ ഭയങ്കര മറവി.
മറവി. ഇനി ഇമാതിരി സാധനങ്ങൾ ഇനി കൊണ്ടു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ തരണം. അതെന്തൊരു വർത്താനം മക്കളെ നീ പറയണത്? നിങ്ങളെ പോലെയുള്ളവരല്ലേ അണ്ണനെ സഹായിക്കാം. അണ്ണന് ഇത്തിരി മറവിയൊക്കെ ഉണ്ട്. അണ്ണനൊക്കെ പോട്ടെ, എനിക്ക് ചേച്ചിയോടുള്ള താല്പര്യം വെച്ചിട്ട് ഞാനിത് കൊണ്ടുതരുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അണ്ണൻ പോട്ടെ. പറഞ്ഞോട്ടെ ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തര്? ഈ പുറത്തോട്ടൊന്നും ചേച്ചി അണ്ണന്റെ കൂടെ പോവരുത്. എന്ത്? എവിടെങ്കിലും വെച്ച് മറന്നിട്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ തന്നെ വേണം പോവാൻ വന്ന് പറക്കിക്കൊണ്ട് വരാൻ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ദൂരം വന്നില്ലേ, ഓ അടുപ്പത്തിലൊക്കെ ഒരു ചായ ആവാം. അയ്യോ മക്കളെ, ചേച്ചി പാലിന്റെ പാത്രം വെക്കാൻ മറന്നുപോയി മക്കളെ. അത് സ്വാഭാവികം. ആ. അപ്പൊ ഒരു കട്ടൻ ചായ ആവാം. അയ്യോ അതെന്താന്നറിയാമോ, തേയിലപ്പൊടി പഞ്ചസാര ഇന്നലെ തീർന്ന്, അത് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ എനിക്കാ തെറ്റിയത്. ഞാൻ വിചാരിച്ചു ചേട്ടനായിരിക്കും മറവിയത്. ഇത് ചേച്ചിക്ക് കൊണ്ട് മറവിയല്ലേ? ചിലപ്പോഴൊക്കെ. ഒന്നും വേണ്ട, സന്തോഷം. ഇനിയും വരാം. ഓ ശരി പോട്ടെ. അങ്ങനെ ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലും കളയും, അത് കൊണ്ടുവരാൻ വേണ്ടി വരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചായയും പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. വരി നിങ്ങളെ തന്നെ നോക്കിയത്. ഇതെന്തര്? റേഷൻ കാർഡ്, ഇത് കന്നാസ്, ഇത് കൂടോ, ഇത് പണിപ്പറ്റെഴുതണ ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തെന്ന് അറിയാം? എടി ചന്ദ്രി, എനിക്ക് മറവിയുണ്ടെന്നേ ഉള്ളു, ബോധമൊന്നും പെയ്യിട്ടില്ല. എനിക്ക്